CPM നേതാവ് KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യത. പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നുള്ള തെളിവുകൾ ഉൾപ്പെടുത്തിയാകും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുക. രണ്ടാം പ്രതി KM ഷാജഹാനോടും ഇന്ന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കൊച്ചിയിൽ? ഓക്കെ അല്ലേ? എങ്കിൽ പിന്നെ കാര്യങ്ങൾ പറഞ്ഞോളൂ. ഷൈൻ ടീച്ചറിൻ്റെ കാര്യം. ഗുഡ് മോർണിംഗ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത KJ ഷൈനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാർത്തകൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 പേർക്കും, അതിൽ 1, 2, 3 പ്രതികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും അവസാനം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പരിശോധന നടത്തിയത് രണ്ടാം പ്രതിയായിട്ടുള്ള KM ഷാജഹാന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആദ്യം ഉച്ചയോടുകൂടി പരിശോധന നടത്തിയ ഗോപാലകൃഷ്ണനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്നലെ അവസാനത്തോടു കൂടിയാണ് മൂന്നാമതൊരാളെ കൂടി കേസിൽ പ്രതി ചേർക്കുന്നത്. ഒരു യൂട്യൂബറെയാണ്, കൊണ്ടോട്ടി അബു എന്ന പ്രൊഫൈലുള്ള യൂട്യൂബർ ആയിട്ടുള്ള യാസിർ എന്ന് പറയുന്ന ആളെയാണ് കേസിൽ മൂന്നാമതായിട്ട് പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർക്ക് 3 പേർക്കും ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതിനു വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇവരോട് ഇന്ന് ആലുവ സൈബർ ഓഫീസിൽ 10 മണിക്ക് ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേസെടുത്ത ആദ്യഘട്ടത്തിൽ തന്നെ ഗോപാലകൃഷ്ണനും 3ാം പ്രതിയായിട്ടുള്ള യാസിർ എന്ന് പറയുന്ന ആളും ഒളിവിലാണ്. യാസിർ വിദേശത്താണുള്ളത്. ഗോപാലകൃഷ്ണൻ ആദ്യഘട്ടത്തിൽ തന്നെ ഒളിവിൽ പോയതാണ്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഹാജരാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത അത് അല്പം പരിങ്ങലിലാണ് പോലീസ് ഉള്ളത്. പോലീസ് പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഗോപാലകൃഷ്ണനുണ്ട്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ സംശയങ്ങൾ പോലീസ് ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരാൾ രണ്ടാം പ്രതിയായിട്ടുള്ള KM ഷാജഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ഐഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഐഫോണിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും മറ്റു കാര്യങ്ങളാണെങ്കിൽ പോലും യൂട്യൂബിൽ വീഡിയോകൾ ചിത്രീകരിക്കുന്നത് ഉൾപ്പെടെ ഈ ഐഫോണിലാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഐഫോൺ എല്ലാം പിടിച്ചെടുത്ത് അതിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹാജരാവണമെന്നുള്ള നോട്ടീസ് KM ഷാജഹാൻ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഹാജരാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇവർക്ക് ഇന്ന് ഹാജരാവാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുത്തിരിക്കുന്നത് 10 മണിക്കാണ്. ആലുവ സൈബർ ഓഫീസിലാണ് ഇവർ ഹാജരാവേണ്ടതും. ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയതാണ്, കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എങ്കിൽ, അത് സൈബർ കേസ് ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷം കൃത്യമായ തെളിവുകളുടെ വിവരശേഖരണം നടത്തി പ്രതികളെ ചോദ്യം ചെയ്യുക എന്ന ഘട്ടത്തിലേക്ക് പോകുക എന്നതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിരുന്ന രീതി. അതുകൊണ്ടാണ് ഈ ഒരു കാലതാമസം ഉണ്ടാകുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പോലീസിന് ഒരു ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരശേഖരണം വൈകുന്നതും ഈ ചോദ്യം ചെയ്യൽ വൈകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് 3 പേരോടും 10 മണിക്ക് സൈബർ പോലീസ് സ്റ്റേഷൻ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. ഹാജരായിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ മുൻപോട്ട് വെച്ചിട്ടായിരിക്കും പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഈ 2 പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഫോൺ ഉൾപ്പെടെയും അതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ആൻമരിയ, ഒന്ന് തിരിഞ്ഞു നോക്കി, എത്ര തെരുവ് നായ്ക്കളാ തൊട്ട് പിന്നിൽ നിൽക്കുന്നതെന്ന്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാർത്താലേഖകരൊന്ന് തിരിഞ്ഞു നോക്കിക്കോണം കേട്ടോ, പട്ടികളുടെ ശല്യം. ഓക്കെ, താങ്ക് യു ആൻമരിയ, പേടിക്കണ്ട. ഓക്കെ, പട്ടികളെല്ലാം പോയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.